ഇത് പാലക്കാട്. കേരളത്തിന്റെ കിഴക്കൻ കവാടം മാത്രമല്ല, വരാനിരിക്കുന്ന ഒരു വലിയ രാഷ്ട്രീയ വിപ്ലവത്തിന്റെ പ്രഭവ കേന്ദ്രം കൂടിയാണ്. കേരളത്തിന്റെ നിയമസഭയിലേക്ക് പാലക്കാട് ചുരം കടന്ന് ഒരു സിംഹഗർജനം എത്താൻ ഇനി ദിവസങ്ങൾ മാത്രം മതി. അഴിമതിയുടെയും പ്രീണനത്തിന്റെയും കോട്ടകൾ തകർത്തെറിയാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ അഗ്നിപുത്രി ശോഭാ സുരേന്ദ്രൻ പാലക്കാടിന്റെ മണ്ണിൽ പടയോട്ടം തുടങ്ങിക്കഴിഞ്ഞു. സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് മുൻപേ തന്നെ എതിരാളികളുടെ ഉറക്കം കെടുത്തിയ പേരാണ് ശോഭയുടേത്. കോൺഗ്രസിന്റെ കുത്തകയെന്ന് അഹങ്കരിച്ചിരുന്ന പാലക്കാടൻ മണ്ണിൽ ഇന്ന് കേൾക്കുന്നത് മാറ്റത്തിന്റെ ശംഖുലിയാണ്. ക്രിമിനൽ പശ്ചാത്തലമുള്ളവരെയോ വെറും തമാശക്കാരെയോ ഒന്നുമല്ല, തങ്ങളുടെ കാഴ്ചപ്പാടുകളിൽ ഒപ്പം നിൽക്കുന്ന ഒരു കനൽ വഴിയെ വന്ന കരുത്തുറ്റ നേതാവിനെയാണ് പാലക്കാട് കാത്തിരിക്കുന്നത്. എന്തുകൊണ്ടാണ് ശോഭാ സുരേന്ദ്രനെ തൊടാൻ പോലും കോൺഗ്രസ് ഭയപ്പെടുന്നത്? എന്തുകൊണ്ടാണ് ഈ ഉപതെരഞ്ഞെടുപ്പ് കേരള രാഷ്ട്രീയത്തിന്റെ വിധി മാറ്റുമെന്ന് ഉറപ്പിച്ചു പറയുന്നത്? പാലക്കാട്ടെ ഓരോ വോട്ടറുടെയും ഉള്ളിലിരിപ്പ് ഇതാ നമുക്ക് പുറത്തുവിടാം. ശോഭാ സുരേന്ദ്രൻ എന്നത് വെറും ഒരു പേരല്ല, ഒരു പോരാട്ടത്തിന്റെ ചരിത്രമാണ്. ലാത്തി ചാർജുകളെയും ജയിൽവാസങ്ങളെയും എല്ലാം പുഞ്ചിരിയോടെ നേരിട്ട സാധാരണക്കാരായ അമ്മമാരുടെ കണ്ണീരൊപ്പാൻ എന്നും മുന്നിൽ നിന്ന നേതാവ്. പാലക്കാട് നഗരസഭയിൽ BJP കാഴ്ചവെച്ച വികസന വിപ്ലവം ഇനി നിയമസഭയിലേക്കും പടരാൻ പോവുകയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ എന്ന പേര് മാറ്റാൻ കോൺഗ്രസ് ആലോചിക്കുന്നത് എന്തുകൊണ്ട്? അഴിമതി കേസുകളുടെ ഭാഗവുമായി ശോഭയെ നേരിടാൻ കഴിയില്ലെന്ന് തിരിച്ചറിവാണോ അത്? അതോ ജനങ്ങളെ ചിരിപ്പിക്കാൻ രമേശ് പിഷാരടി ഇറക്കി വോട്ട് പിടിക്കാമെന്നത് കോൺഗ്രസിന്റെ അവസാനത്തെ അടവാണോ?